നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ധനസഹായം നവംബർ ഡിസംബർ മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ ഒരുമിച്ചായിരിക്കും വിതരണം ചെയ്യുന്നത് എന്ന സൂചനകൾ വന്നിട്ടുണ്ട്. ക്രിസ്തുമസിന് മുൻപ് 2 പെൻഷൻ ഗഡുക്കളാണ് വിതരണം ചെയ്യാൻ പോകുന്നത്. എങ്കിൽ പോലും ഈ ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് 3 പ്രധാന കാര്യങ്ങൾ ഈ ആനുകൂല്യം വാങ്ങുന്നവർ നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. കാരണം നവംബർ 6-ാം തീയതി നടത്തിയ വിതരണത്തിൽ പലർക്ക് ആനുകൂല്യം തടസ്സപ്പെട്ടിരുന്നു. അത് ഒരുപക്ഷെ മസ്റ്ററിങ് ചെയ്യാത്തത് മൂലമാകാം. പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിങ് അവസാനിച്ചതാണ്. അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. അത് ഇളവുകളോടെ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. പക്ഷേ നിലവിൽ കുടിശ്ശികയായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീ ഗുണഭോക്താക്കളാണ്. അതിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട വ്യക്തികളുണ്ടാവും. അങ്ങനെയുള്ളവർ ആ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് സ്റ്റാറ്റസ് പരിശോധിക്കുക. അങ്ങനെ സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണുന്നതെങ്കിൽ ആനുകൂല്യം മുടങ്ങും. അത് തിരുത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണം. ആ രേഖകൾ എത്രയും വേഗം സമർപ്പിക്കുക. മൂന്നാമതായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം തുടർച്ചയായിട്ട് ലഭിക്കാതെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ കൃത്യമായിട്ട് ഇത് അറിയിക്കണം. ആനുകൂല്യം മുടങ്ങുന്ന പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ അത് നമ്മളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിൻ്റെ പ്രശ്നങ്ങളാവാം. അക്കൗണ്ട് പോസ്റ്റ് ഓഫീസിൽ ആരംഭിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയോ അതല്ലെങ്കിൽ ആധാറിൻ്റെ പിശകുകളാണെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ പെൻഷൻ ഗുണഭോക്താക്കൾ വരുത്തേണ്ടതാണ്. തുടർച്ചയായിട്ട് ആനുകൂല്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വലിയൊരു നഷ്ടമാണ് ഗുണഭോക്താവിന് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം 2024-25 വാർഷിക പദ്ധതിയിലും വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രത്യേകിച്ച് വയോജനങ്ങൾക്ക് വേണ്ടി കട്ടില്, അതോടൊപ്പം തന്നെ കമ്പിളി പുതപ്പ്, ഇതിൻ്റെ ആനുകൂല്യത്തിൻ്റെ വിതരണത്തിൻ്റെ അപേക്ഷാ ഫോമുകൾ എല്ലാവർക്കും തന്നെ ലഭിച്ചു കാണും. വിവിധ മേഖലകളിൽ ഇതിൽ മുൻഗണനയോടുകൂടി പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ സംവരണ വിഭാഗങ്ങൾക്ക് മുൻഗണന നൽകിയും അതോടൊപ്പം തന്നെ പ്രായം കൂടുതലുള്ളവർക്ക് മുൻഗണന നൽകിയുമെല്ലാം ഈ ആനുകൂല്യത്തിൻ്റെ വിതരണം നടക്കുന്നുണ്ട്. 3000 രൂപ മുതൽ 4000 രൂപ വരെ ഒരു കട്ടിലിന് വേണ്ടി, അതോടൊപ്പം തന്നെ 1000 രൂപ വിലമതിപ്പുള്ള പുതപ്പ് ഉൾപ്പെടെയുള്ള പ്രത്യേക ആനുകൂല്യങ്ങളാണ് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുന്നത്. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള സംരക്ഷണ പദ്ധതികളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഓരോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും വിവിധ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഗ്രാമസഭകൾ വിളിച്ചു ചേർത്ത് അപേക്ഷാ ഫോമുകൾ വിതരണം ചെയ്യും. പിന്നീട് ഇത് നമ്മൾ തിരിച്ചേൽപ്പിക്കണം. റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെങ്കിൽ മുൻഗണന നൽകി അർഹതയുള്ളവർക്കെല്ലാം ഈ ആനുകൂല്യത്തിൻ്റെ വിതരണം നടത്തുന്നതായിരിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് CBSE സ്കൂളുകളിൽ 10ാം ക്ലാസ് വിജയിച്ച CBSE സ്കൂളിൽ തന്നെ +1 അഡ്മിഷൻ നേടിയിട്ടുള്ള ഒറ്റ പെൺകുട്ടികൾക്ക് ഇപ്പോൾ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കും. ഒറ്റ പെൺകുട്ടി സ്കോളർഷിപ്പ് CBSE നടപ്പിലാക്കുന്ന ഒറ്റ പെൺകുട്ടി സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ഡിസംബർ മാസം 23-ാം തീയതി വരെ നൽകുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും. www.cbse.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷകൾ സമർപ്പിക്കുക. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് ITI കോഴ്സുകൾ പഠിക്കുന്നവർക്ക്, അത് മതന്യൂനപക്ഷങ്ങളിൽ ഉൾപ്പെടുന്നവർക്കാണ് ഇപ്പോൾ ഫീ റീഇംബേഴ്സ്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 1-2 വർഷ വിദ്യാർത്ഥികൾക്ക് 10,000 രൂപ വീതം ക്ലെയിം ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും. അതിനുവേണ്ടി ഇപ്പോൾ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാം. 10,000 രൂപ വരെയാണ് സഹായമായിട്ട് ലഭിക്കുക. BPL റേഷൻ കാർഡ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട്. ഇനി APL റേഷൻ കാർഡാണ് വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ ഈ സ്കീം വഴിയുള്ള ആനുകൂല്യം നമുക്കും ലഭിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.